വൗ 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 ഗായ്സ്, ഞാനിപ്പോ നിൽക്കുന്നത് ഒരു സ്വർഗലോകത്താണോ, എവിടെയാ നിൽക്കുന്നത്, ഞാൻ ഡ്രീമിലാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോവാ. അത്രയ്ക്ക് മനോഹരമായ ഒരു അടിപൊളി പ്ലേസ്. അപ്പൊ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോയാലോ, വാ. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്നുള്ളത് വയനാട് ജില്ലയിലെ എടക്കൽ കേവ്സിനടുത്തുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയിലാണ്. ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം. അവിടുത്തെ വ്യൂ, അവിടുത്തെ റൂംസ് എല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം. അപ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടിയിലെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. ഗൈസ്, ഈ പ്രോപ്പർട്ടിയുടെ ഔട്ട്സൈഡ് എന്ന് പറയുന്നത് ഫുള്ള് സ്റ്റോൺസ് ആണ്. നല്ലൊരു ഹിൽ ഏരിയ ആണ്. അതുകൊണ്ട് ഇവിടെ നല്ല ആംബിയൻസ് ആണ് ഇരിക്കാനൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ഊഞ്ഞാല്, പിന്നെ ആ സൈഡിൽ അവിടെ സിറ്റിംഗ് ഏരിയ കാര്യങ്ങൾ, പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ഫൗണ്ടൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ഫുള്ള് സ്റ്റോൺസ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് അവർ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഗായ്സ്, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നല്ലൊരു നൈറ്റ് ആംബിയൻസ് കിട്ടണമെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും നല്ലൊരു ക്യാമ്പ് ഫയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കപ്പിൾസ് ആയിട്ട് ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നല്ല പ്രൈവസി ആയിട്ട് നൈറ്റ് ഇവിടെ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് പൊളിച്ചിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. നല്ല അറ്റ്മോസ്ഫിയർ ആണ്, നല്ല ആംബിയൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ ക്യാമ്പ് ഫയർ ഏരിയ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ 2 ബെഡ്റൂം പ്രൈവറ്റ് പൂൾ വില്ല കോട്ടേജിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ എൻട്രി പോയിന്റ് തന്നെ നമുക്ക് ഒരു പ്രൈവസി ഉണ്ട്. അതായത് പ്രൈവറ്റ് ആയിട്ട് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു പ്ലേസ് ഒരു ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി റൂമിന്റെ ഈ ഒരു എൻട്രൻസ് പോയിന്റിലേക്ക് വരാം. എൻട്രൻസ് പോയിന്റിലേക്ക് വരുമ്പോൾ റൂമിന്റെ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഇതെല്ലാം ബോഗൺവില്ലയൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഫ്രണ്ട് ഏരിയ തന്നെ അവർ പൂളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഏരിയ വരുന്നത്. നല്ല ഡെപ്ത് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് സമയം ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ ഒരു കിഡ്സ് പൂളും ഉണ്ട്. കിഡ്സിന് എൻജോയ് ചെയ്യാൻ വേണ്ടി നല്ലൊരു കിഡ്സ് പൂൾ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിനി റൂമിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് എൻ്റർ ചെയ്യുമ്പം എൻട്രിയുടെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വലിയൊരു ഹോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ലിവിംഗ് സ്പേസ് ഉണ്ട്. ഈ ലിവിംഗ് സ്പേസിൽ ഒരു സോഫയൊക്കെ വെച്ചിട്ട് 2 സോഫ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഗ്യാദർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ വലിയൊരു LED സ്ക്രീൻ ഉണ്ട്, LED TV ഉണ്ട്. അതുപോലെ ഈ LED TVന്റെ താഴെയായിട്ട് അവരൊരു ബോൺഫയറിന്റെ ആ ഒരു മാതൃകയിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിന്റെ ബെറ്റർ ഒരു കാര്യമാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇവിടുത്തെ ഒരു ഓപ്പൺ ഗ്ലാസ് വ്യൂ ഇങ്ങോട്ട് ഇവിടുന്ന് കാണാൻ പറ്റും. ഈ ലിവിംഗ് സ്പേസിന്റെ അടുത്ത് തന്നെയായിട്ട് നല്ലൊരു ഓപ്പൺ കിച്ചണും അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട എല്ലാ എക്യുപ്മെന്റ്സും ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഗ്യാസ്, അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ, പിന്നെ നമുക്ക് ഇവിടെയുള്ള ടീ കോഫി സപ്ലൈസ്, വാഷ് ചെയ്യാനുള്ള പ്ലേസ്, നല്ല ഈ ലിവിംഗ് സ്പേസിന്റെ അടുത്ത് തന്നെയായിട്ട് നല്ലൊരു ഓപ്പൺ കിച്ചണും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് സെൽഫായിട്ട് കുക്ക് ചെയ്യാനും നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാനും ഒക്കെ ഡൈനിങ് ഏരിയ, നല്ല സ്പേസ്, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ ടീ കോഫി ഒക്കെ ഉണ്ടാക്കിയിട്ട് ടീ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ഇരിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു ഡൈനിങ് സ്പേസ് ഇവർ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ഡിസൈനൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടൊരു ഡൈനിങ് സ്പേസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് കോഫി ടീ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്പേസ് ആണ്. ഗായ്സ്, ഇതാണ് നിങ്ങൾക്കുള്ള സർപ്രൈസ്. അപ്പം ഇതാണ് ഇവിടുത്തെ 1 ബെഡ്റൂം 2 ബെഡ്റൂം കോട്ടേജ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ബെഡ്റൂം ഇതാണ്. ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഉള്ളൊരു എക്സ്പീരിയൻസ്, ആ ഒരു വ്യൂ, അതുപോലെ തന്നെ ഇതാ അവിടെ ബെഡൊക്കെ എന്ത് ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇവിടുത്തെ ഇന്റീരിയർ പറഞ്ഞറിയിക്കാൻ വയ്യ. അതായത് നമ്മുടെ ബെഡിന്റെ മുകളിലുള്ള ഈ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂം എല്ലാം മെയിൻ ഹൈലൈറ്റ് ഇവിടുത്തെ വ്യൂ തന്നെയാണ്. വ്യൂ ഒരു രക്ഷയില്ല മക്കളെ, നിങ്ങൾ ഡയറക്റ്റ് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഭംഗിയായിട്ട് നല്ലൊരു ബാൽക്കണി ഇവരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബാൽക്കണിയാണിത്. ബാൽക്കണി 2 സൈഡിലൊരു സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ബാൽക്കണിന്റെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ വന്നാൽ നമ്മൾ ഇവിടുത്തെ വ്യൂ തന്നെ കണ്ട് കുറേ ടൈം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം.
കാരണം ഒരു ഭംഗി, ഒരു അടിപൊളി വ്യൂ ആണ്. ഫുൾ വാലി, ഹിൽസ്, ഫുൾ ട്രീസ്, ഫുൾ ഫോറസ്റ്റ് ആംബിയൻസ് ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വ്യൂ. ഇത്രയും വ്യൂ ഉള്ളൊരു പ്രോപ്പർട്ടി വയനാട്ടിൽ വേറെ ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. അടിപൊളിയായിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ റൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് ഓൺ ആക്കാൻ പോലും എണീക്കണ്ട, കാരണം ഫുൾ അലക്സയാണ്. അപ്പോൾ നിങ്ങൾ എന്തുണ്ടെങ്കിലും അലക്സയോട് പറഞ്ഞാൽ മതി. അതുപോലെ ഈ റൂമിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഈ റൂമിൽ നമുക്കൊരു പ്രൊജക്ടർ ഉണ്ട്. അതായത് ബെഡിന്റെ മേളിലത്തെ സ്പേസിലായിട്ട് ഒരു പ്രൊജക്ടർ ഉണ്ട്. അപ്പം ഇവിടെ ഒരു സ്ക്രീനും നമുക്ക് താഴേക്ക് വരും. അപ്പം നമുക്ക് ഒരു ഫിലിമോ കാര്യങ്ങളോ എന്നാ ഉണ്ടെങ്കിലും നമുക്ക് ആ പ്രൊജക്ടറിൽ ഇട്ടിട്ട് നല്ല വലിയ സ്ക്രീനിൽ നമുക്ക് ബെഡിൽ കിടന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ റൂം അടിപൊളിയാണ് കേട്ടോ. എല്ലാവിധ ക്വാളിറ്റി, എല്ലാവിധ സവിശേഷതകളും ഫുൾ ക്വാളിറ്റി ഉള്ള റൂമാണ്. അപ്പം നമുക്ക് എല്ലാ രീതിയിലും അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു അടിപൊളി റൂമാണ്. വാഷ്റൂം ഏരിയ ഒക്കെ നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം ഏരിയ. WC ആണെങ്കിലും ഇവിടുത്തെ വാഷ് പ്ലേസ് ആണെങ്കിലും നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഇവിടുത്തെ ബാത്തിങ് ഏരിയ. അതായത് ഇവിടുത്തെ ബാത്തിങ് ഏരിയ വരുന്നത് നല്ലൊരു ഓപ്പൺ ബാത്താണ്. അതായത് ഇവിടെ കർട്ടൻസ് ഉണ്ട്. കർട്ടൻസ് നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഓപ്പൺ ആയിട്ട് ബാത്ത് ചെയ്യാം. കാരണം ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അമേസിങ് വ്യൂ ആണ്. അപ്പൊ നമുക്കിവിടെ ഓപ്പൺ ഷവറൊക്കെ ചെയ്യാം. ഓപ്പൺ ആയിട്ട് നല്ലൊരു ഗ്ലാസ്സിലൊക്കെ, ഓപ്പൺ ഫുൾ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് റൂം വരുന്നത്. സെക്കൻഡ് റൂമും സെയിം തന്നെയാണ്. നല്ല ഭംഗിയുള്ള വ്യൂ ആണ് എപ്പോഴും ഇവിടുത്തെ മെയിൻ കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ ഇവിടെ നല്ലൊരു ബെഡൊക്കെ നല്ല ഭംഗിയായിട്ട് അവര് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബെഡൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഈ റൂമിന്റെ ബാൽക്കണി എന്ന് പറയുന്നത് ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. ഈ റൂമിൽ നമ്മൾ ഫസ്റ്റ് റൂമിൽ കണ്ട അതേ സെയിം വ്യൂ ആണ്, സെയിം ആംബിയൻസ് ആണ്. ഒരു അടിപൊളിയാണ് വ്യൂ ആണ് കേട്ടോ. വ്യൂ നല്ല ഒരു രക്ഷയില്ലാത്ത അടിപൊളി വ്യൂ ആണ്. അപ്പൊ നിങ്ങൾ ആ സ്ക്രീൻ അങ്ങോട്ട് വാങ്ങിച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള വ്യൂ. രണ്ട് റൂംസും AC റൂംസ് ആണ്, എയർ കണ്ടീഷൻ റൂമാണ്. അതുപോലെ തന്നെ ഈ റൂമിന്റെ സവിശേഷത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂമിൽ വലിയൊരു വാർഡ്രോബ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി, നമ്മുടെ ലഗേജ് വെക്കാൻ വേണ്ടിയിട്ട് വലിയൊരു വാർഡ്രോബ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയാണ് ചെയ്തേക്കുന്നത് നോക്കാം. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം ഏരിയ വരുന്നത്. വാഷ്റൂം നല്ല സ്പേസ് ഉള്ള, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയിലുള്ള വാഷ്റൂമാണ്. അപ്പം ഈ വാഷ്റൂമിൽ ഞാൻ പറഞ്ഞതുപോലെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്ലാസ് വ്യൂ ഉണ്ട്. അപ്പൊ നമുക്കിവിടെ ഓപ്പൺ ഷവർ ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വാഷ്റൂമാണ്. അപ്പൊ ഇതാണ് കേട്ടോ. ഇവിടെ കർട്ടൻസ് ഉണ്ട്. കർട്ടൻസ് നീങ്ങി കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്പൺ ആയിട്ടുള്ള ഗ്ലാസ് വ്യൂ ഉണ്ട്. ഇത് ഇവിടുത്തെ ഓപ്പൺ ഒരു വ്യൂ പോയിന്റ് ഏരിയ ആണ്. അപ്പം ഈ വ്യൂ പോയിന്റ് ഇവിടെയായിട്ട് ഇവരൊരു സപ്രപഞ്ചം, ഒരു ഊഞ്ഞാലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഊഞ്ഞാലിൽ നമുക്കൊരു ഈവനിങ് ടൈമിലൊക്കെ ഈ ഊഞ്ഞാലിൽ കയറിയിട്ട് ഇങ്ങനെ ഇരുന്ന് ഇവിടെ എങ്ങനെ എന്താ പറയുക കുറേ ടൈം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അറ്റ് ടൈം ഒരു 4 പേർക്കൊക്കെ സുഖമായിട്ട് ഇതിനകത്ത് ഇരിക്കാം. അപ്പൊ ഇതിനകത്ത് ഇരുന്നോണ്ട് നമുക്ക് വ്യൂ ഒക്കെ ഉണ്ട്, അടിപൊളിയായിട്ട്. ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ടും നിങ്ങൾക്ക് ഒരേപോലെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഈ അടിപൊളി വ്യൂ ഉള്ള ഈ പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ വഴികാട്ടി പേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ കൂടുതൽ വീഡിയോക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ് ജിതിൻ.